ഹലോ. അപ്പോൾ ഞാൻ ഇന്നും പുതിയൊരു ടെമോ വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. ഇന്ന് കുറേ സാധനമുണ്ട്. കഴിഞ്ഞ വർഷം എടുത്തിട്ട് പണി കിട്ടിയെങ്കിലും ഞാനത് അവസാനിപ്പിച്ചില്ല. ഇന്ന് കുറേ സാധനമായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ഞാനും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, നിങ്ങളുടെ കൂടെ പൊട്ടിക്കാൻ വിചാരിച്ചു. അപ്പം വാ നമുക്ക് നോക്കാം. ഇത്തവണ എൻ്റെ ഭക്ഷണം കപ്പിട്ട് തന്നില്ല. അതെ ഒരു സാധനമാണ് നമുക്ക് അങ്ങോട്ട് മീൻ ചേർക്കണം. അപ്പോൾ ഞാൻ കണ്ടു കുറേ സാധനമുണ്ട്. നമുക്ക് നോക്കാം. പൊട്ടിയോ? ഇത് കണ്ടിട്ട് ഭർത്താവിനെ അടിച്ചോടിക്കും ഗൈസ്. അപ്പൊ ഇത്ര സാധനമാണത്. നമുക്ക് ഒരു നേരം നോക്കാം. അപ്പൊ നമുക്ക് വൈശായിട്ട് ഫസ്റ്റ് ഐറ്റം നോക്കാം. ഫസ്റ്റ് ഐറ്റം പറയുമ്പോഴത്തേക്ക് ഒരു ഫോമൽ പാൻസ് ആയിരുന്നു. ഫോമൽ പാൻസ് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ബ്ലാക്ക് പാൻസ് വേണമായിരുന്നു. അങ്ങനെ അത് ഞാൻ ചുമ്മാ കൊള്ളാൻ തരാൻ വേണ്ടിയിട്ട് 10 ചെയ്തു. ഇതാണ് സംഭവം. ഇതിൻ്റെ സൈസ് എനിക്കൊന്ന് 30 സംതിങ് ആണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇത് പക്ഷേ എനിക്കിതിൻ്റെ മെറ്റീരിയലും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഫോർമൽ പാൻസ് എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് നമ്മുടെ ഈ ജോഗേഴ്സ് ഒക്കെ വീട്ടിലിടത്തില്ല, ആ ഒരു വീട്ടിലിടുന്ന ടൈപ്പ് മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അത് മാത്രമല്ല ഇത് 30 സൈസ് ആണെങ്കിലും ആൾക്ക് ഭയങ്കര ലൂസാണ്. സാധാരണ ആളുടെ സൈസ് 30 ആണ്, പക്ഷെ എന്നിട്ടും ഇത് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇത് കുഴപ്പമില്ല ഗൈസ്, ഇത്രേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ഐറ്റം നോക്കാം. സെക്കൻഡ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു ജീൻസ് വാങ്ങിച്ചു ഗൈസ്. ജീൻസ് എനിക്ക് കളർ ജീൻസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ജീൻസ് വാങ്ങിച്ചു. ഇത് ഞാൻ ഇട്ട് നോക്കിയില്ല, പക്ഷേ എനിക്ക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. ഇനി ഇട്ട് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. ഞാൻ എൻ്റെ സൈസ് എന്ന് പറയുന്നത് 26 ഞാൻ മേടിച്ചത്. അത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം ബാക്കി ഡീറ്റെയിൽസ്. പക്ഷേ ഓവറോൾ നല്ല സാധനമാണ്. പക്ഷേ ഇതിൽ ലെങ്ക് കൊള്ളാൻ തോന്നുന്നു. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ അറിയത്തില്ല. എനിക്ക് പിന്നെ ഏത് ജീൻസ് മേടിച്ചാലും ഗൈസ് എനിക്ക് മൊത്തത്തിൽ ഇടാനുള്ളത് ഭയങ്കര ഹൈറ്റ്. എൻ്റെ കറക്റ്റ് നീളത്തിനനുസരിച്ചിട്ടുള്ളൊരു, എനിക്ക് ആംഗിൾ ലെങ്ത് എടുത്താൽ പോലും താഴെ വരെ കാണും. അതെൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ ബാക്കിയെല്ലാം നല്ലതാണ് ബാക്കി വെച്ച് നോക്കുമ്പോൾ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ജീൻസ്. ഇതൊരു ബ്ലൂ കളർ ജീൻസ്. ഇത് ഞാൻ 26 ആണ് എടുത്തത്. ഇത് പക്ഷേ റെഡ് ജീൻസ് ആട്ടോ. ഇതും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് നല്ല നീളമുണ്ട് ഗൈസ്. അതിന് വേണ്ടോ നല്ല നീളമുണ്ട്. എനിക്ക് നല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ ഉടായ്പ പറയുകയാണ്, പക്ഷെ അല്ല, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതും അല്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഏത് ഇതിപ്പോൾ നല്ല നമ്മുടെ മറ്റേ ചുരിബോട്ടം പോലെ കിടക്കും, അതാ പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നു ഈ സാധനം ഈ ഇല്ലേ ഈ കീറല്ലേ, ഇത് മിക്കവാറും എനിക്ക് ഇത് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ മുട്ടിൻ്റെ അടുത്താണ് കിടക്കുന്നത്. പക്ഷേ എനിക്കിത് താഴെ ആയിരിക്കും. ബാക്കി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിരിക്കുന്ന പാൻറ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഉണ്ടെന്ന് പറയാം. ഇട്ട് നോക്കുന്നതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. ഇതാണ് അടുത്ത ജീൻസ്. പിന്നെന്ന് പറയുന്നത് പിന്നെ ഞാനൊരു ടോപ്പാണ് കഴിച്ചെടുത്തത്. ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് സംഭവം. ഇതാണ് ഗൈസ് ടോപ്പ്. ഇത് ട്രാൻസ്പെറന്റ് ആയിരുന്നു. അകത്തിനാണ് നമ്മൾ തന്നെ അവരും തരത്തില്ല, നമ്മൾ തന്നെ എന്തെങ്കിലും വാങ്ങിച്ചിടണം. എൻ്റെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഷിമ്മി ഉണ്ടായിട്ട് ഷിമ്മലിങ്ങനെ പോലെ ടാങ്ക് ടോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് പറയാനാണ് വിചാരിക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഭയങ്കര റഫ് യൂസിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇടാൻ പറ്റിയ ഐറ്റം. ഇത് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചത് വെച്ചാൽ എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോളാണ്. ഞാൻ പക്ഷേ സ്മോളും എടുത്തില്ല, ഞാൻ ഇത് മീഡിയം എടുത്തത്. ഇത് എനിക്ക് കൈയുടെ അവിടെ ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കൈ ടൈറ്റ് ആയിരിക്കുന്ന വിചാരിച്ചാണ് ഇത് മീഡിയം എടുത്തത്. പക്ഷെ എനിക്ക് മീഡിയം വേണ്ട. അപ്പം ഇതാണ് അടുത്ത ഐറ്റം. ഇനി അടുത്ത ഐറ്റം ഈ ഒരു ടോപ്പാണ് ഗൈസ്. ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ടോപ്പ്. ഇതെനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ ഇത് ഞാൻ എത്ര $9 or $10 മേടിച്ചതാ. അപ്പം പക്ഷേ അത്രയും പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് മെറ്റീരിയൽ നല്ല ഇടും നല്ല സുഖമാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു മെറ്റീരിയലാണ്, നല്ല ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന മെറ്റീരിയൽ. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കേണ്ട സാധനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ഇടുമ്പോൾ നല്ല രസമായിരിക്കും പെയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇത് ഞാൻ എടുത്ത സൈസ്, ഇത് ഞാൻ സ്മോൾ സൈസാണ് എടുത്തത്. സ്മോൾ മതിയെന്ന് തോന്നുന്നു, കാരണം ഇതൊരു ബോഡി ഹാഗിങ് ടൈപ്പ് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ സ്മോൾ സൈസ് എടുത്തത്. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. ഇത് നമുക്ക് നോക്കാം, ഇട്ട് കാണിക്കാം ഞാൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കോംബോ 3 ടീഷർട്ടിൻ്റെ ഒരു കോംബോയാണ്. അത് ഞാൻ ഓവർ സൈസ്ഡ് ആയിട്ടാണ് എടുത്തത്. ഫസ്റ്റ് വൺ ഒരു ബ്ലാക്ക് ഓവർ സൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ എടുത്തത് സ്മോൾ ആയപ്പോൾ എനിക്കൊന്ന് മീഡിയം എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓവർ സൈസ് ആയിട്ട് കിടന്നേനെ. ഇതിപ്പം ടൈറ്റും അല്ല, എല്ലാം കുഴപ്പമില്ലാത്ത രീതിക്ക്. ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറാണ് ഗൈസ്. ഇത് നല്ല രസമുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മീഡിയം സൈസ് എല്ലാം, ഇത് 3 മീഡിയം സൈസ് തന്നെ. ഇത് കോംബോ ആയിട്ട് വന്നതാണ്, 3 എണ്ണത്തിൻ്റെ കോംബോ. റേറ്റ് ഒക്കെ എത്ര നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. പിന്നെ ഒരു ഇടിവെട്ട് കളറാണ് ഗൈസ്. എനിക്ക് ഇങ്ങനെ ഒരു കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിവെട്ട് കളർ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഗൈസ് അടുത്തത്. ഇത് എനിക്ക് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടല്ലേ, എൻ്റെ കളറിന് നല്ല ചേരുന്നുണ്ട്. എനിക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് സ്കിൻ ടോണിന്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഡ്രസ്സായിട്ട് ക്ലോത്തിങ്ങിൻ്റെ ഹോൾ ഇത്രേ ഉള്ളൂ രമൂയിൽ നിന്ന്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് 2 കൊണ്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണണേ. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.